ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാർമക്രാക്കർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫാർമസ്യൂട്ടിക്സ് 1 മൂന്ന് ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. അതായത് എക്സ്ട്രാക്ഷൻ, സ്റ്റെറിലൈസേഷൻ, അതുപോലെ സൈസ് റിഡക്ഷൻ്റെ സെലക്റ്റഡ് ആയിട്ടുള്ള MCQs ആണ് നമ്മളിത് ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ്, എക്സ്ട്രാക്ഷൻ. എന്താണ് എക്സ്ട്രാക്ഷൻ? ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഡിസൈഡ് മെഡിസിനലി ആക്റ്റീവ് സോൾബിൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഫ്രം പ്ലാന്റ് ഓർ ആനിമൽ ടിഷ്യൂ യൂസിങ് സ്യൂട്ടബിൾ സോൾവെൻറ്റ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രോസസ്സസ് ലിവിങ് ബിഹൈൻഡ് ദ ഇനേർട്ട് അൺവാണ്ടഡ് ഇൻസോളബിൾ മാറ്റർ. അതായത് നമ്മൾ മെഡിസിനലി ആക്റ്റീവ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻറ്റ്, അതായത് പ്ലാന്റ് അല്ലെങ്കിൽ ആനിമൽ ടിഷ്യൂയിലുള്ള മെഡിസിനലി ആക്റ്റീവ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെൻറ്റ്, ഫോർ എക്സാമ്പിൾ വാട്ടർ, ആൽക്കഹോൾ, ഇങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെൻറ്റ് യൂസ് ചെയ്ത് അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആ സെപ്പറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ പ്രോസസ്സിൽ നമ്മൾ ലാസ്റ്റ് ഈ മെഡിസിനലി ആക്റ്റീവ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് എല്ലാം നമ്മൾ എടുത്തിട്ട് ബാക്കി വരുന്ന ആ പോർഷൻ, ഇനേർട്ടായിട്ടുള്ള പോർഷന് നമ്മൾ മാർക്ക് എന്ന് പറയും. അതായത് അൺഡിസോൾവ്ഡ് ഇനേർട്ട് റെസിഡ്യൂ ലെഫ്റ്റ് ബിഹൈൻഡ്, അതിനെയാണ് നമ്മൾ മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സോൾവെൻറ്റ്, നമ്മൾ എക്സ്ട്രാക്ഷന് യൂസ് ചെയ്യുന്ന സോൾവെൻറ്റിനെ നമ്മൾ മെൻസ്ട്രം എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബിഫോർ ദാറ്റ് നമുക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ എക്സ്ട്രാക്ഷന് മേജർ പ്രോസസ്സസ്, അതായത് നമ്മൾ വേരിയസ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഒന്ന് മാസറേഷൻ, പെർക്കുലേഷൻ, ഇൻഫ്യൂഷൻ, ഡിക്കോക്ഷൻ ആൻഡ് ഡൈജഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സ്ട്രാക്ഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഇൻ വിച്ച് ദ ഡ്രഗ് ഇസ് ബോയിൽഡ് അലോങ് വിത്ത് വാട്ടർ for 10 minutes is known as A. Infusion, B. Decoction, C. Maceration and D. Percolation. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ. അപ്പം നമുക്ക് ഇവിടുത്തെ ആൻസർ, അതായത് ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡിക്കോക്ഷനാണ്. അതായത് നമ്മൾ ഒരു ഡ്രഗിനെ എടുത്ത് നമ്മൾ അതിനെ 10 മിനിറ്റ്സ് കറക്റ്റ് 10 മിനിറ്റ്സ് മാത്രമേ നമ്മൾ ആ ഡ്രഗ് സോൾവെൻറ്റുമായിട്ട് വെച്ച് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഡിക്കോക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മെയിനായിട്ട് ഹാർഡ് ആൻഡ് വുഡി ക്രൂഡ് ഡ്രഗ്സിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡിക്കോക്ഷൻ പ്രോസസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ഡ്രഗ് എടുത്ത് സ്മോൾ പീസായിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ കോൾഡ് വാട്ടർ ഇത് ആഡ് ചെയ്തിട്ട് ഇതിനെ ജസ്റ്റ് ജെൻറ്റ്ലി നമ്മളതിനെ ഹീറ്റ് ചെയ്ത് ബോയിൽ ചെയ്യും ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു 10 മിനിറ്റ്സത്തേക്ക് ബോയിൽ ചെയ്യും. അതിനെയാണ് നമ്മൾ ഡിക്കോക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിതിനെ സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ആ ഇനേർട്ടായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ അതിനെ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ വോളിയം അഡ്ജസ്റ്റ് ചെയ്ത് അതാണ് നമ്മുടെ ഡിക്കോക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പ്രോസസ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ വാട്ടർ സോലബിൾ ആണ്. അതുപോലെ തെർമോസ്റ്റേബിൾ ഡ്രഗ്സിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ആൻഡ് ഡിക്കോക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിത്തിൻ 24 hours അത് യൂസ് ചെയ്തിരിക്കണം. ആൻഡ് ദ മെയിൻ എക്സാമ്പിൾ ഓഫ് ഡിക്കോക്ഷൻ എന്ന് പറയുന്നത് ഡിക്കോക്ഷൻ ഓഫ് ക്ലോവ്, അല്ലെങ്കിൽ ടീ ലീവ്സ്, അല്ലെങ്കിൽ ഫെനൽ. ഓക്കെ, ഇത് ഇത്രയാണ് നമ്മൾ ഡിക്കോക്ഷൻ്റെ പ്രോസസ്സിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മളിപ്പം ഡിക്കോക്ഷൻ കഴിഞ്ഞ് അതുപോലെ ഓരോരോ ക്വസ്റ്റ്യൻസിൽ നമ്മൾ അടുത്തടുത്ത പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നത് തെർമോസ്റ്റേബിൾ, നോൺ വോളറ്റൈൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിനെയാണ് നമ്മൾ ഡിക്കോക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കീപ്പിംഗ് ദ ക്രൂഡ് ഡ്രഗ് ഇൻ കോൺടാക്ട് വിത്ത് മെൻസ്ട്രം ഫോർ 7 days ഇസ് നോൺ ആസ്. നമ്മൾ 7 ഡേയ്സത്തേക്ക് നമ്മൾ ആ ക്രൂഡ് ഡ്രഗിനെ മെൻസ്ട്രോയായിട്ട് വെക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? എ പെർക്കുലേഷൻ, ബി മാസറേഷൻ, സി ഇൻഫ്യൂഷൻ, ഡി ഡിക്കോക്ഷൻ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ മാസറേഷനാണ്. അപ്പോൾ നമ്മൾ എന്താണ് മാസറേഷൻ, അതിൻ്റെ കാര്യങ്ങളാണ് ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബോത്ത് വാട്ടർ സോലബിളും അതുപോലെ തന്നെ വാട്ടർ ഇൻസോളബിൾ ഡ്രഗിനെ നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട്. മീൻസ് ഈ ഒരു എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അക്വസ് അല്ലെങ്കിൽ നോൺ അക്വസ് വെഹിക്കിളായിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. മീൻസ് അക്വസ് എന്ന് പറയുമ്പോൾ നമുക്ക് വാട്ടറാണ് യൂഷ്വലി. നോൺ അക്വസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആൽക്കഹോളോ അങ്ങനെ എന്ത് വെഹിക്കിൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതായത് മെൻസ്ട്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ കോൺടാക്റ്റ് പീരീഡ് എന്ന് പറയുന്നത് 2 to 7 days ആണ്. പക്ഷേ നമ്മൾ ഇൻഫ്യൂഷൻ്റെ കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കോൺടാക്റ്റ് പീരീഡ് 15 minutes ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് ആണ് നമുക്ക് മാസറേഷൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, എൻ്റെ മേജർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓറഞ്ച് പീൽ ടിങ്ചറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ മാസറേഷനാണ്. ദറ്റ് ഇറ്റ് കീപ്സ് ദ ക്രൂഡ് ഡ്രഗ് ഇൻ കോൺടാക്ട് വിത്ത് ദ മെൻസ്ട്രം ഫോർ 7 days. Next question, concentrated infusions are prepared by A. Maceration, B. Percolation, C. Digestion and D. Triple maceration. നമ്മുടെ ആൻസർ ട്രിപ്പിൾ മാസറേഷൻ ആണ്. അപ്പം നമുക്ക് എന്താണ് മാസറേഷൻ എന്ന് അറിയണം, എന്താണ് ട്രിപ്പിൾ മാസറേഷൻ, ആ കണ്ടീഷനൊക്കെ അറിയണം. അപ്പോൾ മാസറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി നമ്മൾ സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ മാസറേഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും.
ഓക്കെ. അപ്പം സിമ്പിൾ മാസ്ട്രേഷൻ്റെ കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഡ്രഗും ആ ഫുൾ മെൻസ്ട്രോം, അതായത് ഫുൾ സോൾവെൻറ്റും കൂടെ സിംഗിൾ സ്റ്റെപ്പിൽ ഇൻ കോൺടാക്റ്റ് വെച്ചിരിക്കും. അതായത് ഒരു 2 to 7 days അതിനെ വെച്ചിട്ട് ആ മാസ്ട്രേഷൻ്റെ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ സ്ട്രെയിൻ ചെയ്ത് ആ മാർക്കിനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ആ എക്സ്ട്രാക്ഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ എക്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടാകുന്ന ലിക്വിഡ് വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇൻ കേസ് ഓഫ് മൾട്ടിപ്പിൾ മാസ്ട്രേഷൻ പ്രോസസ്സ്, അതായത് ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിളാണ് മൾട്ടിപ്പിൾ മാസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡബിളിൻ്റെ കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ സോൾവെൻറ്റ്, അതായത് മെൻസ്ട്രം 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ട്രിപ്പിളിൻ്റെ കാര്യം പറയുമ്പം 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡബിളിൻ്റെ കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഫസ്റ്റ് മെൻസ്ട്രോ ആയിട്ട് ഈ ഡ്രഗ് 48 hours വെച്ചിട്ടുണ്ട്. ഓക്കെ. ഈ സെക്കൻഡ് മെൻസ്ട്രോ ആയിട്ട് 24 hours. പക്ഷേ ഈ ട്രിപ്പിൾ മാസ്ട്രേഷനിൽ 1 hour ഈച്ച് ഡ്യൂറേഷനാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ട്രിപ്പിൾ മാസ്ട്രേഷനിൽ ഡ്രഗ് ആദ്യത്തെ മെൻസ്ട്രത്തിന് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആദ്യത്തെ പോർഷൻ ഓഫ് മെൻസ്ട്രോ ആയിട്ട് 1 hour വെക്കും. പിന്നെ അതിനെ സ്ട്രെയിൻ ചെയ്തിട്ട് മാർക്കെടുത്ത് രണ്ടാമത്തെ മെൻസ്ട്രത്തിലിടും. അതും 1 hour വെച്ചിരിക്കും. പിന്നെ മൂന്നാമത് നമ്മൾ വീണ്ടും മൂന്നാമത്തെ പോർഷൻ മെൻസ്ട്രത്തിലിടും. ആ മാർക്ക് മെൻസ്ട്രത്തിലിട്ടിട്ട് അവിടെ വീണ്ടും നമ്മൾ സ്ട്രെയിൻ ചെയ്ത് പ്രസ് ചെയ്ത് ഒരു എക്സ്ട്രാക്റ്റ് എടുക്കും. അതിന് എക്സ്ട്രാക്റ്റ് നമ്പർ 3 എന്ന് പറയും. എന്നിട്ട് നമ്മൾ ഈ രണ്ടാമത് കിട്ടിയ എക്സ്ട്രാക്റ്റും മൂന്നാമത് കിട്ടിയ എക്സ്ട്രാക്റ്റും കൂടെ നമ്മൾ എടുത്ത് ഇവാപ്രേറ്റ് ചെയ്ത് നമ്മൾ ഫസ്റ്റിലേക്ക് ആഡ് ചെയ്യും. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ 1/4 വോളിയം ഓഫ് 90% ആൽക്കഹോളും കൂടെ അതിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ആ വോളിയം അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോഴത്തേക്ക് നല്ല സ്ട്രെങ്ത് കിട്ടും. അപ്പം മൾട്ടിപ്പിൾ മാസ്ട്രേഷൻ, അതായത് ട്രിപ്പിൾ മാസ്ട്രേഷനാണ് കോൺസെൻട്രേറ്റഡ് ഇൻഫ്യൂഷൻസിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. മെയിൻ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഡബിൾ മാസ്ട്രേഷൻ്റെ എക്സാമ്പിൾ കോമ്പൗണ്ട് ചിരട്ട ഇൻഫ്യൂഷനാണ്. ആൻഡ് ട്രിപ്പിൾ മാസ്ട്രേഷൻ്റെ എക്സാമ്പിൾ ലിക്വിഡ് ബീറ്റ് എക്സ്ട്രാക്റ്റ് ആണ്. ഓക്കെ. Next question, liquid extract of licorice is prepared by A. maceration, B. percolation, then C. reserved percolation, and D. none of these. അപ്പോൾ നമുക്ക് ഇവിടെ അറിയേണ്ടത് what is percolation. ഓക്കെ. പെർക്കുലേഷൻ്റെ കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് മീൻസ് ഇറ്റ് ഈസ് എൻ എക്സ്ട്രാക്ഷൻ പ്രോസസ് ഇൻ വെച്ച് നമ്മളിവിടെ ഗ്രാനുലേറ്റഡ് പൗഡറാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. ആൻഡ് ഒരു സ്യൂട്ടബിൾ മെൻസ്ട്രത്തിൽ ആ ഗ്രാനുലേറ്റഡ് പൗഡർ ഇട്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ പെർക്കുലേഷൻ എന്ന് പറയുന്നത്. അതിനെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലിക്സിവേഷൻ. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഫോഴ്സ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് either ത്രൂ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ there are different types of percolation. Majorly 4 different type of percolation ഉണ്ട്. അതായത് simple percolation with interruption, reserve percolation and continuous hot percolation അല്ലെങ്കിൽ soxylation എന്ന് പറയും. ഓക്കെ. അപ്പം ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ വേറെ ഒന്നുമില്ല. പിന്നെ ഈ സിമ്പിൾ പെർക്കുലേഷൻ്റെ കുറച്ച് അപ്പാരറ്റസിൻ്റെ കാര്യം പറയാനുണ്ട്. അതായത് കോണിക്കൽ പെർക്കുലേറ്റർ, സിലിണ്ടറിക്കൽ പെർക്കുലേറ്റർ, പിന്നെ സ്റ്റീം ജാക്കറ്റഡ് പെർക്കുലേറ്റർ, ഇതൊക്കെ. പിന്നെ ദ മേജർ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ ദ സിമ്പിൾ പെർക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സൈസ് റിഡക്ഷൻ. ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള പൗഡറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സൈസ് റിഡക്ഷൻ, എന്നിട്ട് നമ്മളിതിനെ ഈ സൈസ് റിഡക്ഷൻ ചെയ്ത ആ ഡ്രഗിനെ നമ്മൾ മോയിസ്റ്റൻ ചെയ്യും, അല്ലെങ്കിൽ അതിന് ഇംബിബേഷൻ എന്ന് പറയും. അതായത് 4 hours നമ്മൾ ഒരു സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെൻസ്ട്രത്തിൽ ഈ ഡ്രഗിനെ ഇട്ട് അടച്ചു വെച്ചേക്കും. അപ്പോഴത്തേക്ക് അതെന്ത് പറ്റും, അത് സോഫ്റ്റ് ആവും, ഫ്ലെക്സിബിൾ ആവും. മീൻസ് അത് നമ്മളൊരു പെർക്കുലേറ്ററിനകത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ. അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് മോയിസ്റ്റനിങ് ഓർ ഇൻബിബേഷൻ. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ദി പെർക്കുലേറ്റർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെർക്കുലേറ്ററിനെ പാക്ക് ചെയ്യും. ഓക്കെ. മെയിൻലി നമ്മൾ കോളം പാക്കിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മാസറേഷനാണ് ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പെർക്കുലേഷൻ എന്ന് പറയുന്നത്. മാസറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വോളിയം ഓഫ് മെൻസ്ട്രം അതിൽ പെർക്കുലേഷനിൽ വേണ്ടുന്ന വോളിയം നിറച്ച് വെച്ചിട്ട് 24 hours ഡ്യൂറേഷനിൽ നമ്മളതിനെ ഇൻ കോൺടാക്റ്റ് വെച്ചിരിക്കും. ഓക്കെ. എന്നിട്ട് ഫൈനലി 24 hours കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആ പെർക്കുലേറ്റ് ഒരു എന്താ പറയുക ആ ലിക്വിഡ് ഫിനിഷ്ഡ് ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ കളക്ട് ചെയ്തെടുക്കും. അതാണ് നമ്മൾ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ ദ പെർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ലിക്വിഡ് എക്സ്ട്രാക്റ്റ് ഓഫ് ലിക്വറൈസിൻ്റെ കാര്യമാണ്. അപ്പോൾ ലിക്വിഡ് എക്സ്ട്രാക്റ്റ് ഓഫ് ലിക്വറൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് റിസർവ് പെർക്കുലേഷനാണ്. റിസർവ് പെർക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മൾട്ടിപ്പിൾ മാസറേഷൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മുടെ റിസർവ് പെർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ ഒരു കുറച്ച് പാർട്ട് ഓഫ് പെർക്കുലേറ്റ് നമ്മൾ, അതായത് 3/4 ഓഫ് ദി പെർക്കുലേറ്റ് നമ്മൾ റിസർവ് ചെയ്ത് വെക്കും.
ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ മാർക്ക് പ്രസ് ചെയ്തെടുക്കത്തില്ലേ, ഈ മൾട്ടിപ്പിൾ മാസറേഷനിൽ സെക്കൻഡും തേർഡും എക്സ്ട്രാക്റ്റ് ഒക്കെ എടുക്കത്തില്ലേ, അതുപോലെയാണ് ഇതും ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മീൻസ് ഒരു പെർക്കുലേറ്റ് മീൻസ് എക്സ്ട്രാക്റ്റ് 2ഉം എക്സ്ട്രാക്റ്റ് 3യും ഉണ്ട്. ആ 2 എക്സ്ട്രാക്റ്റും കൂടെ നമ്മൾ അതിനെ ഒന്നുകൂടെ ഇവാപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റിലേഷനോ കൺവേർട്ട് ചെയ്തിട്ട് ഒരു സോഫ്റ്റ് എക്സ്ട്രാക്റ്റ് ആയിട്ട്, അതൊരു എന്താ പറയുന്നത്, ഒരു കോൺസെൻട്രേറ്റഡ് എക്സ്ട്രാക്റ്റ് കോൺസെൻട്രേറ്റഡ് പെർക്കുലൈറ്റ് ആയിട്ട് വെക്കും, അതായത് ഒരു സോഫ്റ്റ് എക്സ്ട്രാക്റ്റ്. എന്നിട്ട് ഈ സോഫ്റ്റ് എക്സ്ട്രാക്റ്റിനെ നമ്മൾ ആദ്യമേ റിസർവ് ചെയ്ത് ആ പെർക്കുലേറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ മീൻസ് റിസർവ്ഡ് പെർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആദ്യമേ ഒരു പെർക്കുലേഷൻ പ്രോസസ്സിൽ നമ്മൾ ഔട്ട്ലെറ്റ് വഴി ഔട്ട്ലെറ്റ് വഴി നമ്മൾ ഒരു പ്രോഡക്റ്റ് എടുക്കുമല്ലോ, അതിൻ്റെ 3/4 പാർട്ട് നമ്മൾ റിസർവ് ചെയ്ത് വെക്കും. എന്നിട്ട് ബാക്കിയുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളതിനെ ബാക്കിയുള്ള 3/4 എടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് ബാക്കി വരുന്ന ഇത്രയും കൂടെ ഒരു എക്സ്ട്രാക്റ്റ് നമ്പർ 2 ആക്കി വെക്കും. പിന്നെ ബാക്കി വരുന്ന വെച്ചാൽ ആ മാർക്ക് നമ്മൾ പ്രസ് ചെയ്തെടുക്കുന്ന സ്ട്രെയിൻ ചെയ്തെടുക്കുന്ന ആ ലിക്വിഡാണ് എക്സ്ട്രാക്റ്റ് നമ്പർ 3 ആയിട്ട് വെക്കുന്നത്. എന്നിട്ട് ഈ 2ഉം 3യും കൂടെ നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റിലേറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. എന്നിട്ട് അങ്ങനെ അത് ഇവാപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു സോഫ്റ്റ് എക്സ്ട്രാക്റ്റ് ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ആ സോഫ്റ്റ് എക്സ്ട്രാക്റ്റിനെ എടുത്ത് നമ്മുടെ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന 3/4 വെച്ചേക്കുന്ന ആ എക്സ്ട്രാക്റ്റുമായിട്ട് മിക്സ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ റിസർവ് പെർക്കുലേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനൊരു പ്രോസസ്സിൻ്റെ മറ്റ് എക്സാമ്പിൾസ് ലിക്വിഡ് എക്സ്ട്രാക്റ്റ് ഓഫ് ലിക്വറൈസ് മാത്രമല്ല, അശ്വഗന്ധ ലിക്വിഡ് എക്സ്ട്രാക്റ്റ് അതുപോലെ തന്നെ കുല്ലയ്യ ലിക്വിഡ് എക്സ്ട്രാക്റ്റും ഈ ഒരു പ്രോസസ്സ് വഴിയാണ് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, next question, solid or semi-solid extract preparation are made by solid or semi-solid extract preparation by maceration, B percolation, C reserve percolation and D infusion. നമ്മൾ സോളിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് എക്സ്ട്രാക്ട് പ്രിപ്പറേഷൻ ആർ മെയ്ഡ് ബൈ പെർക്കുലേഷൻ പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബെലഡോണ ടിങ്ചർ is prepared by A infusion, B maceration, C percolation and D none of these. ആൻസർ മാസറേഷൻ ആണ്. ബെലഡോണ ടിങ്ചർ ഇസ് പ്രിപ്പയർഡ് ബൈ മാസറേഷൻ പ്രോസസ്സ്. ഓക്കെ, ഓൾറെഡി നമുക്കറിയാം, ബാക്കി കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഷ് ഇൻഫ്യൂഷൻ ആർ മെയ്ഡ് ബൈ diluting volume of concentrated infusion with A 8 volume of water, B 7 volume, C 6 volumes of water and D 9 volumes. നമ്മുടെ ആൻസർ ഫ്രഷ് ഇൻഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ 8 വോളിയം ഓഫ് വാട്ടർ വെച്ചിട്ടായിരിക്കും. 8 അല്ലെങ്കിൽ 10 വോളിയം, 8 or 10 വോളിയം ഓഫ് വാട്ടർ വെച്ചിട്ടാണ് കോൺസെൻട്രേറ്റഡ് ഇൻഫ്യൂഷനിൽ നിന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഫ്രഷ് ഇൻഫ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ 8, 7, 6, 9 ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ 8 ആണ്. അപ്പോൾ in percolation process, the crude drug is kept in contact with the menstruum for a period of A 24 hours, B 48 hours, C 72 hours and D none of these. നമ്മുടെ ആൻസർ 24 hours ആണ്. നമ്മൾ 24 hours ആണ് നമ്മളൊരു ക്രൂഡ് ഡ്രഗ് മെൻസ്ട്രുമായിട്ട് നമ്മൾ കോൺടാക്റ്റിൽ വെക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 24 hours ആണ്. നെക്സ്റ്റ്, വാട്ട് മാസറേഷൻ പ്രോസസ് കോൾഡ് എസ്? എ ഇംബിബേഷൻ, ബി ഡൈജഷൻ, സി ലിക്സിവേഷൻ ആൻഡ് ഡി നൺ ഓഫ് ദീസ്. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഇംബിബേഷൻ. ഇംബിബേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ഡ്രഗിനെ എടുത്ത് ഒരു പോർഷൻ ഓഫ് മെൻസ്ട്രുമായിട്ട് നമ്മൾ 4 hours ഇൻ കോണ്ടാക്റ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാണ്? മെയിൻലി ഫോർ സ്വെല്ലിങ്ങും അതുപോലെ തന്നെ ഡ്രഗ് സോഫ്റ്റൻ ആവാനും ആ സോൾവെൻറ്റിൻ്റെ പെനിട്രേഷൻ പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡൈജഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡ്രഗിനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലും ഒരു പെർട്ടിക്കുലർ പ്രഷറിലും ഇത്ര ടൈമിൽ ഒരു ടൈം പീരീഡിൽ വെച്ച് ആ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രഗ് ഈസ് എക്സ്ട്രാക്റ്റഡ് ബൈ ഹീറ്റിംഗ് എ പെർട്ടിക്കുലർ പ്രഷർ ഇൻ എ ക്ലോസ്ഡ് വെസൽ അറ്റ് 15 lbs² പ്രഷർ. ഇവിടുത്തെ പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 15 lbs/² പ്രഷറാണ് ഫോർ 5 to 15 minutes. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡൈജഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ മോഡിഫൈഡ് ഹോട്ട് മാസറേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ലിക്സിവേഷൻ നമുക്ക് എന്താണെന്ന് അറിയാം, പെർക്കുലേഷൻ്റെ വേറൊരു പേരാണ് ലിക്സിവേഷൻ ആൻഡ് ഇൻ നൺ ഓഫ് ദീസ്. അപ്പോൾ നമ്മുടെ ആൻസർ ബി ഡൈജഷൻ ആണ്. Next question, the stage in which the drug is moistened with menstruum and kept in closed vessel for 4 hours. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സിമ്പിൾ പെർക്കുലേഷൻ. അതായത് ഫസ്റ്റ് വൺ സൈസ് റിഡക്ഷൻ, പിന്നെ മോയ്സ്റ്റനിങ് അല്ലെങ്കിൽ ഇംബിബേഷൻ, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ദി പെർക്കുലേറ്റർ, പിന്നെ പാക്കിംഗ് ഓഫ് ദി പെർക്കുലേറ്റർ ആൻഡ് ഫൈനലി മാസറേഷൻ. ഓക്കെ, ഇത്രയായിരുന്നു നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ പെർക്കുലേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്. അതിൽ ഇംബിബേഷൻ എന്ന് പറയുന്നതാണ് മോയ്സ്റ്റനിങ് പാർട്ട്. നമ്മളൊരു പൗഡേർഡ് ആയിട്ടുള്ള ഡ്രഗിനെ നമ്മൾ സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെൻസ്ട്രത്തിനെ
ഓക്കെ, അതായത് ഒരു 4 hours നമ്മൾ ഇൻ കോൺടാക്റ്റ് വെച്ചിരുന്നാൽ അതിനെ നമ്മൾ ഇംബിബേഷൻ അല്ലെങ്കിൽ മോയ്സ്റ്റനിങ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഇങ്ങനൊരു ഇംബിബേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ഡ്രഗ് സോഫ്റ്റ് ആവും, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആവും, അതുപോലെ തന്നെ മീൻസ് സോൾവെൻറ്റിൻ്റെ പെനിട്രേഷൻ എബിലിറ്റി കൂട്ടും ഇംബിബേഷൻ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ ആൻസർ എ ആണ് ഇംബിബേഷൻ. Next question, solvent used in maceration. Solvent used in maceration, A water, B alcohol, C organic solvent, and none of these. നമ്മുടെ ആൻസർ ആൽക്കഹോൾ ആണ് മാസറേഷനിൽ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവെൻറ്റ് യൂസ്ഡ് ഇൻ ഇൻഫ്യൂഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ്, എ ആൽക്കഹോൾ, ബി വാട്ടർ, സി ഓർഗാനിക് സോൾവെൻറ്റ്, ആൻഡ് നൺ ഓഫ് ദീസ്. നമ്മുടെ ആൻസർ വാട്ടറാണ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ മാസറേഷനിൽ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ് ആൽക്കഹോളാണ്, അതുപോലെ തന്നെ ഇൻഫ്യൂഷനിൽ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ് വാട്ടറാണ്. ഓക്കെ, അതെപ്പോഴും മാറിപ്പോവരുത്, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ഓക്കെ, എപ്പോഴും നമ്മൾ ഇൻഫ്യൂഷൻ അല്ലെങ്കിൽ ഹോട്ടോ അല്ലെങ്കിൽ കോൾഡ് വാട്ടറിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മാസറേഷൻ എപ്പോഴും നമ്മൾ ഒരു ആൽക്കഹോളിക് സൊല്യൂഷനായിരിക്കും മാസറേഷന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവെൻറ്റ് യൂസ്ഡ് ഫോർ എക്സ്ട്രാക്റ്റിംഗ് ലിക്വറൈസ് റൂട്ട് പൗഡർ ബൈ പെർക്കുലേഷൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോയിന്റ്. എ വാട്ടർ, ബി ആൽക്കഹോൾ, സി ക്ലോറോഫോം, ആൻഡ് നൺ ഓഫ് ദിസ്. നമ്മുടെ ആൻസർ ക്ലോറോഫോം ആണ്. ക്ലോറോഫോമിലാണ് സ്പെസിഫിക്കലി ലിക്വറൈസ് റൂട്ട് എക്സ്ട്രാക്റ്റ് പൗഡർ പെർക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റെറിലൈസേഷൻ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ ഉള്ള കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസംസിനെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ മാത്രമേ ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ളൂ. മീൻസ് നമ്മളതിൻ്റെ ആ ആക്ടിവിറ്റിയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക്. പക്ഷേ ആ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. പക്ഷേ ബാക്ടീരിയസൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബാക്ടീരിയയാണ് കില്ല് ചെയ്യുന്നത്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ അറസ്റ്റ് ഓർ റിട്ടാർഡാണ്. അപ്പം ബാക്ടീരിയയുടെ ഗ്രോത്ത് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിട്ടാർഡ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിസിൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഇൻഫെക്ഷൻ പൊട്ടൻഷ്യലിനെ മാത്രമേ ഡിസ്ട്രോയ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആ മൈക്രോ ഓർഗാനിസം മീൻസ് ആ ഇൻഫെക്ഷൻ പൊട്ടൻഷ്യലുള്ള മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ വഴി റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നോട്ട് ബാക്ടീരിയൽ സ്പോർസ്. നമ്മളിപ്പോൾ ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻ കറക്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് സ്റ്റെറിലൈസേഷൻ, ആൻറ്റിസെപ്റ്റിക്, അതുപോലെ തന്നെ ബാക്ടീരിയോസ്റ്റാറ്റിക്, ഡിസിൻഫെക്ഷൻ. പിന്നെ ജെർമിസൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ പാത്തോജനിക് ബാക്ടീരിയയും കില്ല് ചെയ്യും, പക്ഷേ അതിൻ്റെ ബാക്ടീരിയൽ സ്പോർസിനെ കില്ല് ചെയ്യണമെന്നില്ല. ഓക്കെ, പിന്നെ വൈറസൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വൈറസിനെ കില്ല് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ വൈറസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും പോർഷൻസ്, അതായത് സ്റ്റെറിലൈസേഷൻ, ആൻറ്റിസെപ്റ്റിക്, ബാക്ടീരിയോസ്റ്റാറ്റിക്, ഡിസിൻഫെക്ഷൻ ആൻഡ് ജെർമിസൈഡ് ആൻഡ് വൈറസൈഡ്, ഇത് ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് ഡെഫിനേഷൻ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ബിക്കോസ് ഈ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുള്ള പോർഷനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റെറിലിറ്റി എന്താണ്? നമ്മൾ വിസിബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആബ്സെൻസിനെയാണ് നമ്മൾ സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പാരൻറ്റൽ പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ടെസ്റ്റ് ഫോർ സ്റ്റെറിലിറ്റി ഉണ്ട്. ഓക്കെ, അതാണ് സ്റ്റെറിലിറ്റി. ആബ്സെൻസ് ഓഫ് വിസിബിൾ മൈക്രോ ഓർഗാനിസത്തിനെയാണ് സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നത് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ആണെന്ന്. അപ്പോൾ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ബാക്ടീരിയൽ സ്പോർസിനെയും സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് വഴി കില്ല് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സർജിക്കൽ ഡ്രസ്സിങ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ. ഇപ്പോൾ സർജിക്കൽ ഡ്രസ്സിങ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ ഓട്ടോക്ലേവ്, ബി സർജിക്കൽ ഡ്രസ്സിങ് ഓട്ടോക്ലേവ്, ഹോട്ട് എയർ ഓവൻ, ആൻഡ് നൺ ഓഫ് ദീസ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് നമുക്ക് മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷനാണ്. അപ്പോൾ നമുക്ക് മെയിൻലി 3 മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷനാണുള്ളത്. ഒന്ന് ഫിസിക്കൽ മെത്തേഡ്, രണ്ടാമത്തത് കെമിക്കൽ മെത്തേഡ്, ആൻഡ് സി മെക്കാനിക്കൽ മെത്തേഡ്. ഓക്കെ, ഫിസിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, മോയിസ്റ്റ് സ്റ്റെറിലൈസേഷൻ, റേഡിയേഷൻ യൂസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുന്നതിനാണ് ഫിസിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്. കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സ്റ്റെറിലൈസേഷൻ ബൈ ഹീറ്റിംഗ് വിത്ത് ബാക്ടീരിയസൈഡും കൂടെ ആഡ് ചെയ്ത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ. അതുപോലെ തന്നെ ഗേഷ്യസ് സ്റ്റെറിലൈസേഷനും ഈ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടത്തുന്നതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഫിൽട്രേഷൻ പോർഷനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ്, സെറാമിക് ഫിൽറ്റേഴ്സ്, എയർ ഫിൽറ്റേഴ്സ്, സിൻഡേർഡ്, ഗ്ലാസ് സിൻഡേർഡ്, മെറ്റൽ ഫിൽറ്റേഴ്സ്, മെംബ്രെയിൻ ഫിൽറ്റേഴ്സ്, അതൊക്കെയാണ് മെക്കാനിക്കൽ മെത്തേഡിൽ വരുന്നത്. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് വൺ, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ ബാക്ടീരിയൽ സ്പോറും ഇൻക്ലൂഡഡ് ആയിട്ട് ഡിസ്ട്രോയ് ആവും. അതായത് ഓൾ മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിങ് ദ ബാക്ടീരിയൽ സ്പോർസ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബൈ ഹീറ്റ്.
ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്, ആ സെൽ കോൺസ്റ്റിറ്റ്വൻറ്റിൻ്റെ ഓക്സിഡേഷനാണ് നടക്കുന്നത്. അങ്ങനെയാണ് മീൻസ് ഈ ഓർഗാനിസംസ് എല്ലാം ഡെഡായി പോകുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഡ്രൈ ഹീറ്റിങ്ങിൽ, അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ ഡ്രൈ ഹീറ്റിങ്ങിൽ എല്ലാ വെജിറ്റേറ്റീവായിട്ടുള്ള ബാക്ടീരിയയും കില്ലാവും 1 hourൽ. ഓക്കെ. പക്ഷേ നമ്മൾ എന്താ മീൻസ് സ്പോസിനെയും കൂടെ ഒക്കെ കില്ല് ചെയ്യണമെങ്കിൽ 160 for 2 hours വെച്ചിരിക്കണം. ഓക്കെ. എന്നിട്ട് നമ്മളിപ്പം ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺ ദി സ്പോട്ട് നമുക്ക് അതിനകത്ത് മീൻസ് സ്റ്റെറിലൈസ് ചെയ്ത ആർട്ടിക്കിൾസൊക്കെ എടുക്കാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ കൂൾ ചെയ്തിട്ട് 40 ഡിഗ്രി അടിയിൽ മീൻസ് ഡൗണിൽ വരുമ്പോഴത്തേക്ക് മാത്രമേ, ടെമ്പറേച്ചർ ഡൗണിൽ വരുമ്പോൾ മാത്രമേ ഈ ആർട്ടിക്കിൾസൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. 160 ഡിഗ്രിയിലൊന്നും നമുക്ക് പോയി എടുക്കാൻ പറ്റത്തില്ല. മീൻസ് 2 hours കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഓടിപ്പോയി തുറക്കാനും പറ്റത്തില്ല. അതിനെ നമ്മൾ ഇറ്റ് ഷുഡ് ബി അലൗഡ് ടു കൂൾ ഫോർ 40 ഡിഗ്രി. ഓക്കെ. ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റെറിലൈസേഷൻ ഓഫ് ഗ്ലാസ് വെയർ, പിന്നെ അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ഓഫ് സർട്ടൈൻ പൗഡർ. ഓക്കെ. അതായത് നമ്മൾ തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള പൗഡേഴ്സ് ഉണ്ട്. സൾഫസെറ്റമൈഡ്, സൾഫർ ഡയസിൻ, കാവലിൻ, ടാൽക്ക്, സിങ്ക് ഓക്സൈഡ്, സ്റ്റാർച്ച്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. സ്റ്റെറിലൈസേഷൻ ഓഫ് തെർമോസ്റ്റേബിൾ പൗഡർ ലൈക്ക് സൾഫസെറ്റമൈഡ്, സൾഫർ ഡയസിൻ, കാവലിൻ, ടാൽക്ക്, സിങ്ക് ഓക്സൈഡ് ആൻഡ് സ്റ്റാർച്ച്. ഓക്കെ. പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് ഫിക്സ്ഡ് ഓയിൽ injections where fixed oil is used as a vehicle, injection of progesterone, testosterone, estradiol, dipropionate, അങ്ങനത്തെയൊക്കെ ഇഞ്ചക്ഷനിലും ആ ഇഞ്ചക്ഷൻ സ്റ്റെറിലൈസ് ചെയ്യാൻ ഡ്രൈ ഹീറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇറ്റ് ഈസ് ഓൾസോ യൂസ് ഫോർ ദ സ്റ്റെറിലൈസേഷൻ ഓഫ് സ്കാൽപ്പൽ, സിസർ, സ്പാച്ചുല, ബ്ലേഡ് ആൻഡ് ഗ്ലാസ് സിറിഞ്ചസ്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി സ്റ്റീം ഈസ് ഹാവിങ് മോർ പെനിട്രേറ്റിംഗ് പവർ ദാൻ ഡ്രൈ ഹീറ്റ്. ഓക്കെ. അപ്പോൾ അതായത് ആ സ്റ്റീമിൻ്റെ തെർമൽ കപ്പാസിറ്റിയാണ് ഡ്രൈ ഹീറ്റിൻ്റെ തെർമൽ കപ്പാസിറ്റിയെക്കാട്ടി കൂടുതൽ. അങ്ങനെയാണ് നമ്മുടെ ഈ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ വരുന്നത്. ഓക്കെ. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചറാണ്. ഓക്കെ. ടെമ്പറേച്ചർ പറയുമ്പോഴത്തേക്ക് 115 to 118 for 30 minutes, 121 to 124 for 15 minutes, 126 to 129 for 10 minutes, 134 to 138 for 5 minutes. ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇൻ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ ഇറ്റ് പെനിട്രേറ്റ്സ് ദ spores, capsules of the bacteria and rupture it. ഓക്കെ. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള പ്രോട്ടോപ്ലാസത്തിനെയൊക്കെ കോയാഗുലേറ്റ് ചെയ്താണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇറ്റ് എൻഷുവേഴ്സ് കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ ആക്ച്വലി. ആൻഡ് ഇറ്റ് ഇസ് യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് സർജിക്കൽ ഡ്രസ്സിങ്, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, കണ്ടെയ്നേഴ്സ് ആൻഡ് ക്ലോഷേഴ്സ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ ദി ഓട്ടോക്ലേവിംഗ്. ഇപ്പോൾ ഇവിടെ ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്? സർജിക്കൽ ഡ്രസ്സിങ്, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, കണ്ടെയ്നേഴ്സ് ആൻഡ് ക്ലോഷേഴ്സ് ഒക്കെയാണ് നമ്മൾ മോയിസ്റ്റ് ഹീറ്റിൽ ചെയ്യുന്നത്. മോയിസ്റ്റ് ഹീറ്റിലാണ് ഓട്ടോക്ലേവിംഗ് ഒക്കെ വരുന്നത്. ഓക്കെ. പിന്നെ ഇതല്ലാതെ ടിൻഡലൈസേഷനും പാസ്ചറൈസേഷനും ഒക്കെ ഉണ്ട്. ടിൻഡലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 സക്സസീവ് ഡേയ്സിലോട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു 80 ഡിഗ്രിയിലേക്ക് ഒരു 1 hour 80 ഡിഗ്രിയിൽ വെച്ച് ഒരു ഒബ്ജക്റ്റ് സ്റ്റെറിലൈസ് ചെയ്യുന്നു. ഓക്കെ. എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും അതേ 80 ഡിഗ്രിയിൽ 1 hour വെക്കുന്നു. പിന്നെ അടുത്ത ദിവസം വീണ്ടും 80 ഡിഗ്രിയിൽ 1 hour വെക്കുന്നു. 3 സക്സസീവ് ഡേയ്സിൽ 80 ഡിഗ്രിയിൽ 1 hour വെച്ച് നമ്മൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ തന്നെ ഈ കുറച്ച് വെജിറ്റേറ്റീവ് സെൽസൊക്കെ കില്ലാവും. രണ്ടാമത്തെ ഡേയിലാകുമ്പോഴത്തേക്ക് ഈ ബാക്ടീരിയൽ സ്പോസൊക്കെ ജെർമിനേറ്റ് ആയിട്ടിരിക്കും. ആ ബാക്ടീരിയ അടുത്ത ദിവസം സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ വീണ്ടും കില്ലാവും. പിന്നെ ഇത് 2 ദിവസവും സ്റ്റെറിലൈസ് ആവാത്ത ബാക്ടീരിയൽ സ്പോസ് വീണ്ടും ജെർമിനേറ്റ് ആവും. അപ്പോൾ അടുത്ത ദിവസം അതും വീണ്ടും കില്ലാവും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി നമ്മൾ മിൽക്കാണ് സ്റ്റെറിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് മെയിനായിട്ടുള്ളത് ഹോൾഡർ മെത്തേഡും ഉണ്ട്, ഫ്ലാഷ് മെത്തേഡും ഉണ്ട്. ഓക്കെ. ഹോൾഡർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ 62.8 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 minutes ആൻഡ് ഫ്ലാഷ് മെത്തേഡിൽ 71.6 ഡിഗ്രി ഫോർ 15 seconds ആണ്. ആൻഡ് ഇറ്റ്സ് വെരി ക്വിക്ക്ലി. ഓക്കെ. ആൻഡ് ഇറ്റ്സ് കൂൾഡ് വെരി ക്വിക്ക്ലി. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെറിലൈസേഷൻ ഓഫ് വാസിൻസ്, പിന്നെ അതുപോലെ തന്നെ സൊല്യൂഷൻസ് പ്രിപ്പയർഡ് ഇൻ നോർമൽ സലൈൻ സൊല്യൂഷൻ, അതൊക്കെയാണ് നമ്മളിവിടെ മെയിൻലി ഫ്ലാഷ് മെത്തേഡും ഹോൾഡർ മെത്തേഡിലൊക്കെ യൂസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏതൊരു UV റേസോ അല്ലെങ്കിൽ അയണൈസിങ് റേഡിയേഷൻ വെച്ചിട്ടോ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും. ഓക്കെ. UV റേസിലാണെങ്കിൽ നമ്മൾ 265 നാനോമീറ്ററുള്ള വേവ് ലെങ്ത്തിലുള്ള ആ ഒരു റേഡിയേഷനാണ് സെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ബൈ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി എക്സ് റേസും ഗാമ റേസും ആയിരിക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ.
പിന്നെ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി പ്ലാസ്റ്റിക് സിറിഞ്ചും അതുപോലെ ഹൈപ്പോഡെർമിക് നീഡിൽ, സ്കാൽപ്പൽ, സർജിക്കൽ ബ്ലേഡ് ഒക്കെയാണ് നമ്മൾ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് തെർമോ ലയബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസും ഈ മെയിൻലി റേഡിയേഷൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് തെർമോ ലബൈൽ സബ്സ്റ്റൻസ് ഏത് മെത്തേഡ് യൂസ് ചെയ്താണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതെന്ന്. ദാറ്റ് ഇസ് റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ. ഓക്കെ, പിന്നെ കെമിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നു ഹീറ്റിംഗ് ദ കോമ്പൗണ്ട് വിത്ത് ബാക്ടീരിയസൈഡ്, അതായത് ക്ലോറോക്രസോളോ അല്ലെങ്കിൽ ഫിനൈൽ മെർക്കുറിക് ആസിറ്റേറ്റോ അല്ലെങ്കിൽ നൈട്രേറ്റോ അങ്ങനെയൊക്കെയുള്ള ഓരോ കെമിക്കൽസ് ബാക്ടീരിയ സൈഡുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൽ ഒഴിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യും. ഓക്കെ, അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻലി ഒരു 98 to 100 degree Celsius 30 minutes നമ്മൾ അതിനെ ബോയിൽ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഗേഷ്യസിൽ പറയുമ്പം ഫോർമാലിഡിഹൈഡ് ഉണ്ട്, അതുപോലെ തന്നെ എത്തിലീൻ ഡയോക്സൈഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരെണ്ണം ഉള്ളതെന്ന് വെച്ചാൽ നോവൽ 1. അതിനകത്ത് നമ്മൾ ഈ ബീറ്റ പ്രൊപ്യോലാക്ടോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ലോ വേപ്പർ പ്രഷറാണുള്ളത്. അപ്പോൾ ലോ വേപ്പർ പ്രഷറായിട്ടുള്ളത് കൊണ്ട് എന്താ പറയുന്നത്, അത് നോൺ ഇൻഫ്ലേമബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എത്തിലീൻ ഓക്സൈഡിനെ കാട്ടി ബെറ്റർ അഡ്വാൻറ്റേജസ് ആണ് നമ്മുടെ ഈ ബീറ്റ പ്രൊപ്യോലാക്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സ്റ്റെറിലൈസേഷൻ ബൈ മെക്കാനിക്കൽ മെത്തേഡ്, അതായത് സെറാമിക് ഫിൽറ്റേഴ്സ്, സീഡ്സ് ഫിൽറ്റർ, സിൻറ്റേർഡ് ഗ്ലാസ് ഫിൽറ്റർ, സിൻറ്റേർഡ് മെറ്റൽ ഫിൽറ്റർ, മെംബ്രെയിൻ ഫിൽറ്റർ, ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഓൾറെഡി ഫിൽട്രേഷൻ പോർഷനിൽ ഇട്ടിട്ടുണ്ട്. ദെൻ ഫൈനലി ടെസ്റ്റ് ഫോർ സ്റ്റെറിലിറ്റിയുടെ കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്താലും ഒരു സ്റ്റെറിലിറ്റി ടെസ്റ്റ് ഉണ്ട്. അതായത് മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇനോക്കുലേഷൻ മെത്തേഡാണ് ടെസ്റ്റ് ഫോർ സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഫുള്ളി സ്റ്റെറിലൈസ്ഡ് ആയോ എന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സർജിക്കൽ ഡ്രസ്സിങ്സ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ എ ഓട്ടോക്ലേവ്, ബി സർജിക്കൽ ഡ്രസ്സിങ് ഓട്ടോക്ലേവ്, സി ഹോട്ട് എയർ ഓവൻ ആൻഡ് ഡി നൺ ഓഫ് ദിസ്. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ സർജിക്കൽ ഡ്രസ്സിങ്സ് നമുക്ക് അറിയാം സ്റ്റെറിലൈസ്ഡ് ബൈ എന്താണ്, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഏതാണെന്ന് നോക്കുക. ഓട്ടോക്ലേവ് ഉണ്ട്, സർജിക്കൽ ഡ്രസ്സിങ് ഓട്ടോക്ലേവ് ഉണ്ട്. ഇപ്പം ഈ സർജിക്കൽ ഡ്രസ്സിങ് ഓട്ടോക്ലേവ് ഇല്ല എങ്കിൽ നമ്മൾ ഓട്ടോക്ലേവ് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മാർക്ക് ചെയ്യുക. പക്ഷേ ഇവിടെ സർജിക്കൽ ഡ്രസ്സിങ് ഓട്ടോക്ലേവ് സ്പെസിഫിക്കലി ഉള്ളതുകൊണ്ട് നമ്മുടെ ആൻസർ സർജിക്കൽ ഡ്രസ്സിങ് ഓട്ടോക്ലേവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് കാറ്റ്ഗട്ട് ആൻഡ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ദ ഐഡിയൽ മെത്തേഡ്സ് നമുക്കറിയാം. കാറ്റ്ഗട്ട് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഒരു വളരെ ഫ്രൈബിളാണ്. അത് മീൻസ് ഹീറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അത് കേടായിപ്പോവും. മോയിസ്റ്റ് ഹീറ്റ് ആയാലും അതുപോലെ ഡ്രൈ ഹീറ്റ് ആയാലും അത് അത് ആഷ് ആയിപ്പോവും. മോയിസ്റ്റ് ഹീറ്റ് ആകുമ്പോഴത്തേക്ക് അത് കേടായിപ്പോവും. അത് ഇൻഫെക്ഷൻ അതിനകത്ത് വേറെ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഒക്കെ അല്ലെങ്കിൽ മോയിസ്റ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പോഴത്തേക്ക് അങ്ങനെയുള്ള തെർമോ ലയബിളായിട്ടുള്ള ഡ്രഗ്സിനെയോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനെയൊക്കെ നമ്മൾ എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്, റേഡിയേഷൻ സ്റ്റെറിലൈസേഷനാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസ് ഓട്ടോക്ലേവിംഗ് ഉണ്ടായിരുന്നു, ബി റേഡിയേഷൻ ഉണ്ട്, സി ഹോട്ട് എയർ ഓവൻ ആൻഡ് ഡി ബോയിലിംഗ്. നമ്മുടെ ആൻസർ റേഡിയേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, തെർമോ ലബൈൽ സൊല്യൂഷൻസ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ. ഓക്കെ, എ dry heat sterilization, B sterilization by filtration, C autoclave, D heating with bactericide. നമുക്കറിയാം തെർമോ ലബൈൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്, ബൈ യൂസിങ് ഫിൽട്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സബ്സ്റ്റൻസ് ദാറ്റ് കിൽസ് മൈക്രോ ഓർഗാനിസംസ് ബട്ട് നോട്ട് ബാക്ടീരിയൽ സ്പോർസ് ഇസ് ജനറലി ഡിഫൈൻഡ് ആസ്. ഇവിടെ സ്പെസിഫിക്കലി പറയുന്നുണ്ട് കിൽസ് മൈക്രോ ഓർഗാനിസം ബട്ട് നോട്ട് ബാക്ടീരിയൽ സ്പോർസ് ഇസ് ജനറലി ഡിഫൈൻഡ് ആസ് എ ജെർമിസൈഡ്, ബി ബാക്ടീരിയസൈഡ്, സി സ്റ്റെറിലിറ്റി ആൻഡ് ഡി ആൻറ്റിസെപ്റ്റിക്. ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജെർമിസൈഡിലാണ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യും ബട്ട് നോട്ട് ബാക്ടീരിയൽ സ്പോർസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ജെർമിസൈഡാണ്. നെക്സ്റ്റ് വൺ, സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചർ ഫോർ അക്വസ് സൊല്യൂഷൻ ഇൻ ഓട്ടോക്ലേവ്, എ 72 degree, ബി 121, സി 147 ആൻഡ് ഡി 160. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോക്ലേവിൽ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചേഴ്സ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ അതിൽ നമ്മുടെ ഓട്ടോക്ലേവിൽ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഇവിടെ വരുമ്പോഴത്തേക്ക് 121 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ ബി ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഓട്ടോക്ലേവിൽ നമ്മൾ ഏതൊക്കെ ടെമ്പറേച്ചറാണ് യൂസ് ചെയ്യുന്നത്, 115 to 118, 121 to 124 degree Celsius, 126 to 129 degree Celsius, 134 to 138 degree Celsius. അപ്പം ഈ ഒരു ടെമ്പറേച്ചറും അതിൻ്റെ എത്ര ടൈമാണ് എടുക്കുന്നതെന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ കാര്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഫോർ അക്വസ് സൊല്യൂഷൻ ഇൻ ഓട്ടോക്ലേവിൽ നമ്മൾ മെയിനായിട്ട് 121 degree Celsius ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഇൻവോൾവ്സ് ഹീറ്റിംഗ് ഇറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടാണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. സ്റ്റീമിന് എന്താ പറയുക തെർമൽ പവർ കൂടുതലാണ് ഡ്രൈ ഹീറ്റിനെ കാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പറയുമ്പോഴത്തേക്കും
It involves heating at 180 degrees Celsius at atmospheric pressure. B 121 at 15 lbs pressure. C 145 degrees Celsius at 15 lbs pressure. And D 121 degrees Celsius at atmospheric pressure. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് 121 at 15 lbs പ്രഷറാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഇൻവോൾവ്സ് ഹീറ്റിംഗ് at 121 at 15 lbs pressure. Next question. A process used for processing of milk in order to kill the pathogenic bacteria is called A. Pasteurization, B. Sterilization, C. Tinderalization, and D. Evaporation. Without any hesitation we can say the answer is pasteurization. Pasteurization ആണ് നമ്മൾ എന്താ പറയുന്നത് മിൽക്കിൻ്റെ സ്റ്റെറിലൈസേഷന് യൂസ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടാൽക്കം പൗഡർ ഇസ് കോമൺലി സ്റ്റെറിലൈസ്ഡ് ബൈ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ മോയിസ്റ്റ് ഹീറ്റ്, ബി ഡ്രൈ ഹീറ്റ്, സി ഗേഷ്യസ്, ആൻഡ് ഡി നൺ ഓഫ് ദീസ്. നമുക്കറിയാം ടാൽക്കം പൗഡർ, കാവലിൻ, അതൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? യൂസിങ് ഡ്രൈ ഹീറ്റ് ടെക്നിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റെറിലിറ്റി ടെസ്റ്റ് ഫോർ മെറ്റീരിയൽസ് മെൻ ഫോർ സർജിക്കൽ സ്യൂച്ചർ റിക്വയർസ് ഇൻക്യുബേഷൻ ഫോർ. ഇവിടെ നമ്മൾ സ്റ്റെറിലിറ്റി ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെറിലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി 2 സ്റ്റെറിലിറ്റി ടെസ്റ്റാണ് ഉള്ളത്. അതായത് ഒന്നീ മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇനോക്കുലേഷൻ മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിലായാലും നമ്മൾ ആ സർജിക്കൽ സ്യൂച്ചർ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത് വെക്കണം. എത്ര ഡേയ്സത്തേക്ക് ഇൻക്യുബേറ്റ് ചെയ്ത് വെക്കണം, അത് എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 7 days, ബി 14 days, സി 21 ആൻഡ് ഡി 28. നമ്മുടെ ആൻസർ 7 days ആണ്. 7 days ആണ് നമ്മൾ അതിന് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്ന സ്റ്റെറിലൈസേഷൻ പോർഷനും ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ നിന്നായിരിക്കും മെയിൻലി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ഇനി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പോർഷൻ സൈസ് റിഡക്ഷനാണ്. സൈസ് റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ്, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് കമ്മ്യൂണേഷൻ. അപ്പം ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുന്നത് ഈ സൈസ് റിഡക്ഷൻ്റെ കുറച്ച് മിൽസാണ്. അതായത് ബോൾ മില്ലുണ്ട്, ഹാമർ മില്ലുണ്ട്, എഡ്ജ് റണ്ണർ മില്ലുണ്ട്, എൻ റൺ മില്ലറുണ്ട്, ഡിസിൻറ്റിഗ്രേറ്ററുണ്ട്, കൊളോയിഡൽ മില്ലുണ്ട്, കട്ടർ മില്ലുണ്ട്, റോളർ മില്ലുണ്ട്, ഫ്ലൂയിഡ് എനർജി മിൽ, അങ്ങനെ കുറച്ച് മിൽസിൻ്റെ കാര്യമൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് മെയിൻലി പഠിക്കാനുള്ളത് ഈ മിൽസും അതിൻ്റെ ജസ്റ്റ് ജനറൽ ഒരു എന്താ പറയുന്നത് ഒരു കൺസ്ട്രക്ഷനും പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾ മെയിനായിട്ട് പഠിക്കാനുള്ളത് അതിൻ്റെ പ്രിൻസിപ്പിളും പിന്നെ അതിൻ്റെ യൂസുമാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മളിപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബോൾ മിൽ എടുക്കാം. ബോൾ മിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനൊരു ഹോളോ സിലിണ്ടർ കാണും വിത്ത് എ ബോൾ ഓക്യുപ്പൈങ് 30 to 50% ഓഫ് ദ മിൽ വോളിയം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ആട്രീഷൻ ആൻഡ് ഇമ്പാക്റ്റ് കാസ്കേഡിങ് മൂവ്മെൻ്റ് ആണ് പൗഡറിങ് പ്രോസസ്സിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ബോത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ഗ്രൈൻഡിങ് പ്രോസസ്സ്. പിന്നെ അതുപോലെ തന്നെ വെരി ഫൈൻ പൗഡേഴ്സിനും പിന്നെ ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഗ്രൈൻഡ് ചെയ്യാനും നമ്മൾ ഈ ബോൾ മില്ലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഹാമർ മിൽ. ഹാമർ മിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് അപ്പെക്സ് കമ്മ്യൂണിറ്റിംഗ് മില്ലാണ്. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്റ്റീൽ കാസ്റ്റിംഗ് ആയിരിക്കും, ഒരു സെൻട്രൽ ഷാഫ്റ്റും ഉണ്ട്. ഓക്കെ, എന്നിട്ട് കുറേ ഇങ്ങനെ മീൻസ് അതിനകത്ത് ആ ഷാഫ്റ്റിൽ കുറച്ച് ഹാമേഴ്സ്, അതായത് മെയിൻലി 4 അല്ലെങ്കിൽ അത് കൂടുതലോ ഹാമേഴ്സ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇമ്പാക്റ്റ് ആണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. അതുപോലെ തന്നെ ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് ഡ്രൈ മെറ്റീരിയൽ, വെറ്റ് ഫിൽറ്റർ കേക്ക്, ഓയിൻമെൻറ്റ്, സ്ലറീസ് എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് വൺ എഡ്ജ് റണ്ണർ മിൽ. എഡ്ജ് റണ്ണർ മില്ലിനെ നമുക്ക് കേസർ മില്ലെന്നും പറയാം. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 2 ഹെവി വീൽസ് കാണും, അതായത് സ്റ്റീലോ അല്ലെങ്കിൽ ഗ്രാനൈറ്റിലോ ഉള്ളതുപോലെ 2 ഹെവി ആയിട്ടുള്ള വീൽസ് കാണും. അതാണ് നമ്മുടെ ഈ സൈസ് റിഡക്ഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ക്രഷിംഗ് ആൻഡ് ഫ്രിക്ഷൻ, പിന്നെ ഇതിൻ്റെ യൂസ് ടു റെഡ്യൂസ് ദി പാർട്ടിക്കിൾ സൈസ് ഓഫ് എക്സ്ട്രീംലി ടഫ് ആൻഡ് ഫൈബ്രസ് റൂട്ട് ആൻഡ് ബാർക്സ്. ഓക്കെ, എക്സ്ട്രീംലി ടഫായിട്ടുള്ള ഫൈബ്രസ് ആയിട്ടുള്ള റൂട്ടും അതിൻ്റെ ബാർക്കുകളൊക്കെ മീൻസ് സൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എഡ്ജ് റണ്ണർ മിൽ യൂസ് ചെയ്യുന്നത്. എൻ റണ്ണർ മിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു എന്താ പറയുക നമ്മുടെ പെസ്റ്റൽ മോട്ടറില്ലേ അതുപോലത്തെ ഒരു കൺസ്ട്രക്ഷനാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ക്രഷിങ് ആൻഡ് ഷിയറിംഗ് ആണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി കോഴ്സ് പാർട്ടിക്കിൾസിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് എൻ റണ്ണർ മില്ല്. ഡിസിൻറ്റിഗ്രേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ മീൻസ് നമ്മൾ സാധാ പഠിക്കുന്ന പോലത്തെ ഷാഫ്റ്റ് കാണും, ഷാഫ്റ്റിനകത്ത് കുറച്ച് മീൻസ് ബീറ്റർ പോലെ കാണും. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 5000 to 7000 RPM സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇമ്പാക്റ്റ് ആൻഡ് ഗ്രൈൻഡിങ്. ഓക്കെ, ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഫോർ പൗഡറിങ് വെരി ഹാർഡ് ഡ്രഗ്സ്, ക്രൂഡ് വെജിറ്റബിൾ ഡ്രഗ്സ് എക്സെട്ര. നെക്സ്റ്റ് വൺ കൊളോയിഡൽ മിൽ. കൊളോയിഡൽ മിൽ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഒരു കോണിക്കൽ റോട്ടറും ഒരു സ്റ്റാറ്ററും കാണും. റോട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹൈ സ്പീഡ് മോട്ടറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും.
ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ സ്പീഡെന്ന് പറയുമ്പോഴത്തേക്ക് 3000 to 2000 RPM ആണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഷിയറിംഗ് ആണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. പിന്നെ അതുപോലെ ഇറ്റ് ഇസ് യൂസ്ഡ് ടു പ്രിപ്പയറിംഗ് ഫാർമസ്യൂട്ടിക്കൽ സസ്പെൻഷൻ എമൾഷൻ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കൊളോയിഡൽ മില്ല്. നമ്മൾ മറ്റേ എന്താ പറയുന്നത്, നമ്മുടെ ഒരു പോർഷൻ ഉണ്ടായിരുന്നല്ലോ മിക്സിങ്, ആ പോർഷനകത്തുള്ളത് ഇത്. അപ്പോൾ അതിനകത്ത് സസ്പെൻഷൻ, ഇമൾഷൻ, ലോഷൻ, ഓയിൻമെൻറ്റ്, ക്രീംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ പ്രോഡക്റ്റ് വിത്ത് പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 1 മൈക്രോണിലും ഒക്കെ നമ്മൾ ഈ കൊളോയിഡൽ മില്ല് യൂസ് ചെയ്യും. പിന്നെ കട്ടർ മില്ലെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കട്ടിംഗ് ആണ് അവിടുത്തെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, കട്ടിങ്. ആൻഡ് ഇത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി ഫൈബ്രസ് ആയിട്ടുള്ള ക്രൂഡ് ആനിമൽ ആൻഡ് ഡ്രഗ്സ് ആണ് നമ്മൾ ഇവിടെ വരുന്നത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ റോളർ മില്ലിനകത്ത് നമ്മൾ പ്രഷർ ഓർ കംപ്രഷനാണ് അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ. അതായത് മെയിൻലി ഫോർ ക്രാക്കിംഗ് സീഡ്സ് ബിഫോർ ദി എക്സ്ട്രാക്ഷൻ ഓഫ് ഫിക്സ്ഡ് ഓയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് സീഡിനെ ക്രാക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സോഫ്റ്റ് ടിഷ്യൂസിനെയൊക്കെ ബ്രൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഇത് ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഫ്ലൂയിഡ് എനർജി മില്ലിനെ നമുക്ക് ജെറ്റ് മിൽ അല്ലെങ്കിൽ മൈക്രോണൈസർ എന്നും പറയാം. ആൻഡ് ഈ മില്ലിന് ഒരു മൂവിങ് പാർട്ട്, മീൻസ് ഗ്രൈൻഡിങ് ഏരിയയിൽ ഒരു മൂവിങ് പാർട്ടില്ല, ഇതിനൊരു ലൂപ്പാണുള്ളത്. ആൻഡ് അതിൻ്റെ ഇവിടെ ഒരു ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അതിൻ്റെ എയറാണ് ഇവിടെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മില്ലാണ് ഫ്ലൂയിഡ് എനർജി മിൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജെറ്റ് മിൽ അല്ലെങ്കിൽ മൈക്രോണൈസർ. ഇതിന് ഗ്രൈൻഡിങ് ഏരിയയിൽ ഒരു മൂവിങ് പാർട്ടും ഇല്ല. ആൻഡ് കൺസിസ്റ്റ് ഓഫ് എ ലൂപ്പ് ഓഫ് പൈപ്പ്. ഫ്ലൂയിഡ് എന്ന് പറയുന്ന എയറാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇമ്പാക്റ്റ് ആൻഡ് അട്രീഷനാണ്. ഇറ്റ് റെഡ്യൂസസ് ദ പാർട്ടിക്കിൾസ് അപ് ടു 5 മൈക്രോൺ അല്ലെങ്കിൽ അതിലും താഴെ അത് റെഡ്യൂസ് ചെയ്യും പാർട്ടിക്കിൾ. പിന്നെ നമ്മൾ തെർമോലബൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ലൈക്ക് വൈറ്റമിൻ, എൻസൈം ആൻഡ് ആൻറ്റിബയോട്ടിക്സ്, പിന്നെ വെരി ഫൈൻ പൗഡേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഉണ്ട് തെർമോലബൈൽ സബ്സ്റ്റൻസ് ഒക്കെ മീൻസ് സൈസ് റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മില്ല് ഏതാണെന്നുള്ളത്. അപ്പോൾ ദാറ്റ് ഇസ് ഫ്ലൂയിഡ് എനർജി മിൽ. തെർമോലബൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ലൈക്ക് വൈറ്റമിൻ, എൻസൈം ആൻഡ് ആൻറ്റിബയോട്ടിക്സ്, ഇതൊക്കെ നമ്മൾ ഫ്ലൂയിഡ് എനർജി മില്ല് വഴിയാണ് അതിൻ്റെ സൈസ് റിഡക്ഷൻ ചെയ്തത്. ഓക്കെ. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബോൾ മിൽ വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ എ ഇമ്പാക്റ്റ്, ബി അട്രീഷൻ, സി ഇമ്പാക്റ്റ് ആൻഡ് അട്രീഷൻ, ആൻഡ് ഡി നൺ ഓഫ് ദീസ്. നമുക്കറിയാം എന്താണ് ഇമ്പാക്റ്റ് ആൻഡ് അട്രീഷനാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ബോൾ മിൽ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടഫ് ആൻഡ് ഫൈബ്രസ് ബാർക്ക്. ഇത് നമ്മൾ പഠിച്ച ടഫ് ആൻഡ് ഫൈബ്രസ് ബാർക്ക് എവിടെ വരുന്നതെന്ന്. അതായത് എൻ റണ്ണർ മില്ലാണോ, എഡ്ജ് റണ്ണർ മില്ലാണോ, സി കൊളോയിഡൽ മില്ലാണോ, ഡി ഹാമർ മില്ലാണോ. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എഡ്ജ് റണ്ണർ മില്ലെന്ന് പറയുമ്പം ഇത് എന്താണ് ടഫ് ആൻഡ് ഫൈബ്രസും, എൻഡ് റണ്ണർ മില്ലെന്ന് പറയുമ്പോഴത്തേക്ക് കോഴ്സ് പാർട്ടിക്കിൾസിനെയാണ് പൗഡർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എഡ്ജ് റണ്ണറിൻ്റെയും എൻ റണ്ണറിൻ്റെയും സെയിം പ്രിൻസിപ്പിളാണ് ക്രഷിങ് ആൻഡ് ഷിയറിങ്. എഡ്ജ് റണ്ണറിന് ക്രഷിങ് ആൻഡ് ഫ്രിക്ഷൻ ആയിരിക്കും, എൻ റണ്ണറിൽ ക്രഷിങ് ആൻഡ് ഷിയറിങ് ആയിരിക്കും. ഒരെണ്ണം ടഫ് ആൻഡ് ഫൈബ്രസ് റൂട്ടും മറ്റേത് കോഴ്സ് പൗഡറും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോണൈസർ ഇസ് അനദർ നെയിം ഫോർ എ ഫ്ലൂയിഡ് എനർജി, ബി കട്ടർ മിൽ, സി റോളർ മിൽ, ആൻഡ് ഡി നൺ ഓഫ് ദീസ്. നമുക്കറിയാം ഫ്ലൂയിഡ് എനർജി മില്ലിൻ്റെ വേറൊരു പേരാണ് മൈക്രോണൈസർ എന്ന്. നെക്സ്റ്റ് വൺ, പാർട്ടിക്കിൾ സൈസ് റിഡക്ഷൻ ഇൻക്രീസസ് ഡാഷ് ഓഫ് ദി സോളിഡ് സബ്സ്റ്റൻസസ്. നമ്മൾ എപ്പോഴും പാർട്ടിക്കിൾ സൈസ് റെഡ്യൂസ് ചെയ്യുന്നത് എന്തിനാണ്? എ സർഫസ് ഏരിയ, ബി ടെമ്പറേച്ചർ, സി ഫൈൻനെസ്, ആൻഡ് ഡി നൺ ഓഫ് ദീസ്. അപ്പം പാർട്ടിക്കിൾ സൈസ് റിഡക്ഷൻ എപ്പോഴും നമ്മൾ ആ സോളിഡ് സബ്സ്റ്റൻസിൻ്റെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോയിസ്റ്റ് ഗ്രാനുൾസ് ആർ സൈസ് റെഡ്യൂസ്ഡ് ഇൻ എ ബോൾ മിൽ, ബി ഹാമർ മിൽ, സി കൊളോയിഡ് മിൽ, ആൻഡ് ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്താ പറയുന്നത് വെറ്റ് ആൻഡ് മീൻസ് സ്റ്റിക്കി ആയിട്ടുള്ള ഗ്രാനുൾസൊക്കെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നത് ബോൾ മിൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പം മെയിൻലി ഇത് ഓൾറെഡി നമ്മൾ വെറ്റ് ആൻഡ് ഡ്രൈ ഗ്രൈൻഡിങ് പ്രോസസ്സിലാണ് ബോൾ മിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെരി ഫൈൻ പൗഡേഴ്സ് അത് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ടോക്സിക് മെറ്റീരിയൽസിനെയൊക്കെ ഗ്രൈൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ബോൾ മിൽ യൂസ് ചെയ്യുന്നതെങ്കിലും സ്റ്റിക്കി ആൻഡ് മോയിസ്റ്റ് ഗ്രാനുൾസ് ആർ ഓൾസോ സൈസ് റെഡ്യൂസ്ഡ് ഇൻ കേസ് ഓഫ് ബോൾ മിൽ. ഓക്കെ. അപ്പം താങ്ക് യു വൺ ആൻഡ് ഓൾ. അപ്പോൾ ഇതെല്ലാം ഈ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതുപോലെ 2-3 ചാപ്റ്റേഴ്സ് ഒരുമിച്ചിട്ടായിരിക്കും നമുക്കിനിയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി ടൈമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പോർഷനും ജസ്റ്റ് ഒന്ന് റിവൈസ് എങ്കിലും ചെയ്ത് പോകണം എല്ലാവരും. പിന്നെ ഇന്ന് കൺഫർമേഷനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈസിയാണ്. നമ്മുടെ പ്രൊഫൈൽ കയറി കൺഫർമേഷൻ എടുത്തിട്ട് അതിലൊരു OTP ഉണ്ട്. നമ്മുടെ ഫോൺ നമ്പറിൽ അവർ ചോദിക്കും, OTP ഇട്ട് തരും. ആ OTP ഒരു 6 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. ആ നമ്പർ അതിലേക്ക് ഇട്ടാൽ അവർ കൺഫർമേഷൻ മീൻസ് നമ്മൾ വില്ലിംഗ് ആണോ, എക്സാം എഴുതാൻ വില്ലിംഗ് ആണോ എന്നുള്ളത് അവർ ചോദിക്കും. അപ്പോൾ അതും ഒന്ന് ടിക്ക് ചെയ്ത് പോയാൽ നമ്മൾ ആ എക്സാമിന് അപ്പിയർ ചെയ്യാൻ കൺഫേംഡ് ആണ്, നമ്മൾ വില്ലിംഗ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം പ്രോസസ്സെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ മെയിൻലി നമ്മൾ സ്വന്തം ഫോണിൽ നിന്ന് തന്നെ യൂസ് ചെയ്യുക. ചുമ്മാ ഇപ്പം നമ്മുടെ കൊറോണയുടെയൊക്കെ ടൈം ആയതുകൊണ്ട് ആരും പോയി തിക്കി തിരകി മീൻസ് കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ പോവാതെ മെയിൻലി പറ്റുവാണെങ്കിൽ നമ്മുടെ സ്വന്തം ഫോണിൽ തന്നെ യൂസ് ചെയ്ത്
നോട്ടിഫിക്കേഷൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് കൺഫർമേഷനൊക്കെ മേടിച്ച് ഇനി അടുത്ത മോസ്റ്റ് പ്രോബ്ലി 25th കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ് വൺ ആൻഡ് ഓൾ ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.